ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ LPUP എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസ് സീരീസിൽ സയൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2024 കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് ജില്ല കാസർഗോഡാണ്. 2024 കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് കാസർഗോഡ് ജില്ലയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് കാസർഗോഡാണ്. ഇനി 2024 പുറത്തുവിട്ട ഹിമപ്പുലി സെൻസസ് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. 2024 പുറത്തുവിട്ട ഹിമപ്പുലി സെൻസസ് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഇനി യൂണിയൻ ടെറിട്ടറിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ലഡാക്കാണ്. സംസ്ഥാനമാണെങ്കിൽ ഉത്തരാഖണ്ഡ്, കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ അത് ലഡാക്കാണ്. കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോതെറാപ്പിയുടെ പേരാണ് പ്രീവാൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോതെറാപ്പിയാണ് പ്രീവാൾ. പ്രീവാൾ എന്ന് പറയുന്നത് ഒരു ഓറൽ കീമോതെറാപ്പിയാണ്. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണിത് ഡെവലപ്പ് ചെയ്തത്. രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായിട്ട് തിരഞ്ഞെടുത്തത് കേരളത്തിൽ നിന്നുള്ള ഉഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. പാലക്കാട് ജില്ലയിലാണിതുള്ളത്. രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ജില്ല പാലക്കാട്. AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമാകാൻ പോകുന്ന നഗരം കൊച്ചിയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമാകാൻ പോകുന്ന നഗരം എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഇനി വയനാട് വനം ഡിവിഷന് കീഴിലുള്ള വെള്ളരിമലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് വർണ്ണനിഴൽ തുമ്പി. വയനാട് വനം ഡിവിഷന് കീഴിലുള്ള വെള്ളരിമലയിൽ നിന്നാണ് ഗവേഷകർ ഈ പുതിയ ഇനം തുമ്പിയെ കണ്ടെത്തിയത്. ഇതിൻ്റെ പേരാണ് വർണ്ണനിഴൽ തുമ്പി. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പ്രൊട്ടോസ്റ്റിക്സ് സെക്സ്കളറാറ്റസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഈ തുമ്പിയുടെ പേര് കൊടുത്തിരിക്കുന്നത് വർണ്ണനിഴൽ തുമ്പി. ഇപ്പോൾ വയനാട് വനം ഡിവിഷന് കീഴിൽ വെള്ളരിമലയിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകൾ അവതരിപ്പിക്കാൻ മാതൃഭൂമി അവതരിപ്പിച്ച AI വാർത്താ അവതാരകയാണ് കല്യാണി. സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവ വാർത്തകൾ അവതരിപ്പിക്കാൻ മാതൃഭൂമി അവതരിപ്പിച്ച AI വാർത്താ അവതാരകയാണ് കല്യാണി. ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയായിരുന്നു. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് നവി മുംബൈയിലാണ്. ബഹിരാകാശ യാത്രികർക്ക് വേണ്ടിയിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം തുടങ്ങുന്നത് നവി മുംബൈയിലാണ്. ആസ്ട്രോ സ്പേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ പരിശീലന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ബഹിരാകാശ യാത്രികർക്ക് വേണ്ടിയിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നവി മുംബൈയാണ്. കമ്പനിയുടെ പേര് ഓർത്തിരിക്കുക, ആസ്ട്രോ സ്പേസ്. അടുത്തൊരു പദ്ധതിയാണ് ശുചിത്വം, രോഗപ്രതിരോധം എന്നിവ സംബന്ധിച്ച അവബോധം പ്രചരിപ്പിക്കാനും സംസ്ഥാനത്തുടനീളമുള്ള ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യചികിത്സ ലഭ്യമാക്കുന്നതിനും വേണ്ടി വനം വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് സ്നേഹഹസ്തം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശുചിത്വം, അതുപോലെ രോഗപ്രതിരോധം, അതിനെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കാനും സംസ്ഥാനത്തുടനീളമുള്ള ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യചികിത്സ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്നേഹഹസ്തം. സ്നേഹഹസ്തം പദ്ധതി നടപ്പിലാക്കുന്നത് വനം വകുപ്പാണ്. കേരളത്തിലുടനീളമുള്ള ആദിവാസി വിഭാഗങ്ങൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. ഇനി വന്ധ്യത, സ്ത്രീരോഗ ചികിത്സയ്ക്കായി ആയുർവേദ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് AYU5. അപ്പോൾ വന്ധ്യത അതുപോലെ സ്ത്രീരോഗ ചികിത്സയ്ക്കായിട്ട് ആയുർവേദ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് AYU5. ഇത് ആയുർവേദ വിഭാഗത്തിലുള്ളതാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് റഷ്യക്കാരനായ ഒലേഗ് കൊനാനൻകോയാണ്. നിലവിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് റഷ്യക്കാരനായ ഒലേഗ് കൊനാനൻകോ എന്ന വ്യക്തിയാണ്. അടുത്തത് ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഇത് വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഹോമിയോപ്പതിയുടേതാണ്. മുമ്പേ നമ്മൾ പറഞ്ഞത് ആയുർവേദമാണ് AYU5, അത് മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇത് ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി. അപ്പോൾ ചോദ്യം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വന്ധ്യതാ നിവാരണ പദ്ധതിയാണ് ജനനി. ആയുർവേദ വകുപ്പിൻ്റെ ആണെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ AYU5 ആണ്.
തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു സസ്യത്തിൽ നിന്നും കണ്ടെത്തിയ പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള സുഗന്ധദ്രവ്യമാണ് മിട്ടീക്ക അത്തർ. മിട്ടീക്ക അത്തർ. തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു സസ്യത്തിൽ നിന്നുമാണ് പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള സുഗന്ധദ്രവ്യം വേർതിരിച്ചെടുത്തത്. മിട്ടീക്ക അത്തർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലെ രാസവസ്തു, ഈ ഗന്ധത്തിന് കാരണമായ രാസവസ്തു ജിയോസ്മിനാണ്. സസ്യത്തിൻ്റെ പേര് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. പേറ്റൻറ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും ഒരു സസ്യത്തിൽ നിന്നും കണ്ടെത്തിയ പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള സുഗന്ധദ്രവ്യമാണ് മിട്ടീക്ക അത്തർ. ജിയോസ്മിനാണ് ഇതിലെ രാസവസ്തു. ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് PSC. നമ്മുടെ ഈ തവണത്തെ തീം എന്ന് പറയുന്നത് ടുഗദർ വി ചലഞ്ച് ദോസ് പവർ. ടുഗദർ വി ചലഞ്ച് ദോസ് പവർ. ചികിത്സാ വിടവ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സയൻസ് കറണ്ട് അഫെയർ. ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി റിവൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.